ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം നിർത്തി ഇനി ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു, എന്താ വെച്ചാൽ, ഒന്നുകിൽ അത് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫ്രണ്ട് ആയിരിക്കാം. കൂടുതലും ലവേഴ്സിന് വേണ്ടിയുള്ള റീഡിംഗ് ആണ് ഇത്. ഇപ്പോൾ ലവർ ആണെങ്കിൽ ഇത് അവർ നിങ്ങളെ കൊണ്ട് എല്ലാം ബ്രേക്കപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഇനി ഇനി ഇത് നടക്കത്തില്ല, നിങ്ങളുടെ തെറ്റ് കാരണമാണ് പോയത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ബ്ലെയിം ചെയ്ത് ഒരു ചാപ്റ്റർ ഫുൾ ക്ലോസ് ചെയ്തൊക്കെ നേരിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അവർ ഇത് ക്ലോസ് ചെയ്തിട്ട് പോയാലും അവരുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവർ വേറെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താ നോക്കാം. ഓക്കെ, റീഡിങ് പ്രോഗ്രസ് ചെയ്യാം. പേജ് ഓഫ് സോട്ട്സ് റിവേഴ്സ്ഡ്. ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ അവർ ബ്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എത്രമാത്രം വാല്യൂബിൾ ആണെന്ന് അവർ മറച്ചു വെക്കുവാണ്. അവരത് എക്സ്പ്രസ് ചെയ്യുന്നുമില്ല, നിങ്ങളെ അറിയിക്കുന്നുമില്ല, നിങ്ങളോട് പറയുന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ ഇവിടെ കാണുന്നത് അവർ എന്തൊക്കെയോ സിറ്റുവേഷനിൽ കൂടെ നേരത്തെ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഉള്ളു തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തോ നേരത്തെ നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് അവർക്ക് ശരിക്കും അവർ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യൂ, ഇനി അവർക്ക് നേരത്തെ ഉണ്ടായ ബ്രേക്കപ്പ് റിപ്പീറ്റ് ചെയ്യൂ എന്നൊക്കെ പേടിച്ചിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓക്കെ, അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ദ ഹാങ്മാൻ റിവേഴ്സ്ഡ് ആൻഡ് ജസ്റ്റിസ് റിവേഴ്സ്ഡ്. അപ്പൊ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷെ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളല്ല ഇവിടുത്തെ പ്രശ്നക്കാരായി. അവർ ബ്രേക്കപ്പ് ആയി പോയാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയാലും എന്തോ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്ത് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, നിങ്ങളല്ല ഇവിടുത്തെ കുറ്റക്കാർ. ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവർ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. അവർ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളിൽ. ബിക്കോസ് അവർക്ക് ഇത് റിലേഷൻ എൻഡ് ചെയ്യണം, വേറെ ഒന്നും കൊണ്ടല്ല. അവർ നിങ്ങളെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ എന്തോ പാസ്റ്റിൽ നടന്ന ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് നടന്ന എന്തോ ട്രോമാസ്, എന്തോ നിങ്ങളെ നിങ്ങളെ അറിയിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഒരു ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെ അറിയിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയൊരു ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്യുക. ഓക്കെ, അത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ലവേഴ്സ് ആണെങ്കിലും അതങ്ങ് എൻഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ കൂടെ അടുക്കും തോറും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹിച്ച് അവർ നിങ്ങളോട് ഇത് പറയുമെന്ന് അവർക്ക് പേടിയുണ്ട്. അതേപോലെ പറഞ്ഞ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ അവരെ ഇട്ടേച്ച് പോകൂ എന്ന് അവർക്ക് ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ശരിക്കും നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്, ആ പേഴ്സണും ഭയങ്കര സങ്കടത്തിലാണ്. പക്ഷെ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ശരിക്കും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്, പക്ഷെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, ഇവിടെ അടുത്ത കാർഡ് ദ സ്റ്റാർ ആണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട് കാര്യങ്ങൾ, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ അങ്ങനത്തെ ഒരു ചുറ്റുപാട്, നല്ല ഒരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ അവർക്ക് ഒരു എങ്ങനെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം, പ്രത്യേകിച്ച് ലവ്, സെൻറ്റിമെൻറ്റ്സ്, ഇതൊന്നും അവർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അവരുടെ പാസ്റ്റിൽ അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്നെങ്കിൽ ഫാമിലി മെമ്പർ, മദർ, ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, ആരോടും ആ വിഷമങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ എന്തോ വളർന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോടും അവർക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു മടി, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തത്. ഓക്കെ, അടുത്ത കാർഡ് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന വെച്ചാൽ 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ് ആണ്. സോ ഈ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്, ഒരു ഭയങ്കര സ്ട്രോങ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചറും എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ തന്നെ നല്ല ഒരു ലൈഫ് ലോങ് ഉള്ളൊരു ഫ്രണ്ടായിട്ട് തന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് അവർക്ക് അറിയാം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത പോലെ വേറെ ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ലൈഫിൽ. നിങ്ങൾ കൂടെ നിൽക്കും എല്ലാം ഉറപ്പാണ്. പക്ഷെ എന്നാലും അവരുടെ പാസ്റ്റ് കാരണമാണ് അവർ പേടിക്കുന്നത്. പക്ഷെ ലവ് എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള സ്നേഹം, അത് ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്.
സോ ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനും ഇവരെ ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആയിട്ട് ആരും കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ആൾക്കുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കര അപ്സെറ്റാണ്. എപ്പോഴും നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയും. ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ കാര്യങ്ങൾ, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇവരുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന പോലെ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള വ്യക്തികളോ ഫ്രണ്ട്സോ ഒന്നും അവരുടെ ലൈഫിലില്ല. അത്രയ്ക്കും ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പം അത് കൂടുതലും നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനെ ഓർത്ത് ഇവർക്ക് നല്ല വിഷമവും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് നോക്കിയാലും ഇതുപോലെ 5 ഓഫ് കപ്സ് ആണ്. ഇതിലും ഇത് തന്നെ. നിങ്ങൾ ഈ സിറ്റുവേഷൻ, എൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനൊന്നുമില്ല. ഈ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിരിക്കുന്നത്. അത് നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യവും. കണ്ടോ, ഒരു ലോൺലി ആയിട്ടാണ് അവർ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളും ഇല്ല. അവർ തന്നെയാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തത്, പക്ഷെ നിങ്ങളും ഇല്ല. അങ്ങനെ മൊത്തത്തിലൊരു സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതേപോലെ ലോൺലി ആൻഡ് സാഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ 10 ഓഫ് സോർട്സ് ആണ്. സി ഇതിൽ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാർഡാണ്, നിങ്ങൾ സാഡായിട്ടിരിക്കുവാണ്, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. അവർക്ക് ഈ ഇമോഷൻസ് എല്ലാം കൂടെ അവരുടെ മനസ്സിലിരുന്ന്, ലൈക്ക് വിഷമവും ഇമോഷൻസും എല്ലാം കൂടെ മനസ്സിലിരുന്ന് ഒരുമാതിരി വോൾക്കാനോ പോലെ ഒരു ദിവസം ഇറപ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചെന്ന് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അതിന് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പം അത് നടക്കില്ല. ഇപ്പം അവർ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാർഡും കൂടെ എടുക്കാം. കിങ് ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സ്ഡ്. സോ ഇതെല്ലാം സമ്മപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അവർക്ക് അറിയാം നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ജെന്യൂൻ ആണ്. നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടത്തില്ല ലൈഫിൽ. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ അവരിലേക്ക് എത്തിച്ചതാണെന്ന് എല്ലാം അറിയാം. അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു സ്വസ്ഥതയായിട്ട് ഒന്നും കാണുന്നില്ല. അവർ മീൻവൈൽ എല്ലാം മാറിയിട്ട് അവർ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അവരെല്ലാം മാറി നിങ്ങളുടെ അടുത്ത് വരും. ബിക്കോസ് നിങ്ങളില്ലാതെ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റില്ല അവർക്ക്. അവരൊരു എന്താ പറയുക, എല്ലാ ദിവസവും നിങ്ങളെ ഓർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത്രയ്ക്ക് പോസിറ്റിവിറ്റിയാണ് നിങ്ങളിൽ അവർ കാണുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പം അവരുടെ പ്രശ്നങ്ങൾ മറന്ന് അവർക്ക് എന്തോ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. സോ അവർ തിരിച്ചു വരും. സോ ഡോണ്ട് വെറി. ഇപ്പോഴും പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ മാറി കിട്ടും, പക്ഷെ പ്ലീസ് വെയിറ്റ്. ഓക്കെ.